എനിക്ക് ഈ വെഡ്ഡി ക്യാമറയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചതന്നെ. വെഡ്ഡി ക്യാമറയുടെ ഒരു ആവശ്യമില്ല. പണ്ടൊക്കെ 500-1000 വർഷം മുമ്പൊക്കെ ചോദിച്ചത് ഈ വെഡ്ഡി ക്യാമറ അള്ളി പിടിച്ചിട്ടാ അല്ല. അത് നടക്കേണ്ടത് വെഡ്ഡികൾക്ക് ഉണ്ടാവേണ്ടത് നടക്കുകയും ചെയ്യും. ഇല്ലേ? ഇത് ദേഷ്യം വന്നിട്ടല്ല പറയണത്. ദേഷ്യം വന്നിട്ട് പറയണത് കുടിച്ചിലൊക്കെ കെട്ട് ഡഗ് അടിച്ച് ബീഡി വലിച്ച എല്ലാ വക വെഡിത്തത്തിലും ഇപ്പോഴും ഉണ്ടാവും. എല്ലാ താഴ്മ കിടന്ന എല്ലാ വെഡിത്തത്തിലും മുടിക്കാനാ ഇല്ല. നിന്നൊക്കെ വെഡ്ഡികത്തെ ആശ്രയിക്കണ്ടെങ്കിൽ നിൻ്റെ വെഡ്ഡി പ്ലാൻസിനെ ആശ്രയിക്കണ്ടെങ്കിൽ ചെകുത്താൻ വെഡ്ഡികളുടെ ആൻറ്റി ക്രൈസ്റ്റ് വെഡ്ഡി പ്ലാൻസിനെ ഞാൻ ആശ്രയിക്കണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ കുടിച്ചിലൊക്കെ കെട്ട് ഡഗ് അടിച്ച് മൂക്കുപൊടി വലിച്ച് നടന്നേനെ. അപ്പോൾ അതുപോലത്തെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളാണ് സോഷ്യൽ വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ നോക്കാല്ലാണ്ട് ഇതുകൂടി ചെയ്യണം. അതിന് പോലീസിനെ വിളിച്ച് പറയേണ്ടതാണ്. പക്ഷെ പോലീസിനെ വിളിക്കേണ്ട ആവശ്യമില്ല. പോലീസുകാരും വെഡ്ഡികളുടെ വെഡ്ഡിയാന്മാരാണെന്നറിയാം. വെഡ്ഡികളുടെ ആനമണ്ടന്മാർ. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കൊണ്ട് പറയേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ഇത് പറഞ്ഞറിയിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ നിങ്ങളുടെ കണ്ണ് ചീത്തയാക്കുന്നതും നുണ പറയുന്നതും നാവ് ചീത്തയാക്കുന്നതും നിങ്ങളെ വെഡ്ഡിത്താണ് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കും. എന്താ വെച്ചെങ്കിൽ വെഡ്ഡികളെ ഈ കുരുട്ട് മോന്തകൾ ഈ പെണ്ണെന്നൊക്കെ പറയുന്നത് ഹിന്ദുസിന് വരുന്നതാണ്. ശോഷിച്ച മുസ്ലിംസ്, ശോഷിച്ച റോമൻ കാത്തലിക്സ്. അവർക്ക് ക്രിസ്ത്യാനിറ്റീനെ കുറിച്ച് ഒന്നും അറിയില്ല. ബൈബിൾ വരെ തുറന്ന് നോക്കാറില്ല. അതാണ് റോമൻ കാത്തലിക്സ്, ആൻറ്റി ക്രൈസ്റ്റ്. നിങ്ങൾക്ക് ഹിന്ദുസ് എപ്പോഴെങ്കിലും റോമൻ കാത്തലിക്സിനോട് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾ ബൈബിൾ തുറന്ന് വായിക്കാറുണ്ട്. അപ്പോൾ അവർ പറയും പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. പക്ഷേ ഞങ്ങൾ പാതിരികളും സിസ്റ്റേഴ്സ് പറഞ്ഞു ഒരു വാക്യം വായിക്കാൻ പറഞ്ഞ് ഒരു യേശു പറഞ്ഞ അത് മാത്രം വായിച്ചിരിക്കും. ബാക്കിയൊന്നും അറിയില്ല. യേശുവ പറയാത്തതാണ് ചെയ്തുകൊണ്ടിരിക്കണത്. യേശുവ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സും എത്ര അണിഞ്ഞൊരുങ്ങി വിളിഞ്ഞ് വളഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി കണ്ണ് തുറന്ന് നടന്നാലും അറിവില്ലായ്മയിൽ കിട്ടേണ്ട സമയത്ത് കിട്ടില്ല. അതിന് കിട്ടിയുണ്ട് കളർ കോഡ് പോലത്തെ അല്ല. അതാണ് ഈ കുരുട്ട് മോന്തകൾ ഈ വെഡ്ഡി ശൂന്യമായ ക്യാമറയുടെ മുന്നിൽ വെഡ്ഡി പ്രൂഫ് പറയിപ്പിച്ച് പറഞ്ഞ കുമ്മുട്ടി കോഹലാൽ ക്ലീശുകൾ. അവർ കുരുട്ട് കണ്ണാണ്, കുരുട്ട് മോന്തയാണ്. ശരീരം വൃത്തികെട്ട രോമം വെച്ചിട്ട് അവർ അങ്ങനെ ഒരു സംസാരം വന്ന അടുത്ത് വന്നാലും ഒരു അടുത്തേക്ക് വരില്ല. അത് വേറെ വെഡ്ഡിയാണ്. വെഡ്ഡിയാന്മാരുടെ കൂട്ടം, വെഡ്ഡിമാരുടെ കൂമ്പാരം. കോഹൻലാലും പറയിപ്പിച്ച മാത്രം പറയണ വെഡ്ഡി ക്യാമറയിൽ ഒരു പ്രൂഫാക്കി വെക്കണം. വെഡ്ഡികൾക്ക് വേണ്ടി വെഡ്ഡിത്തം കാണിച്ചു വെക്കണം വെഡ്ഡികൾ. അതിന് കൂടെ ഒരു ഒരു റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്താൽ വെഡ്ഡി മ്യൂസിക് ചേർത്തി വയ്ക്കുക. അത് അടുത്ത തെറ്റ്. നിങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കുക നിങ്ങളുടെ തെറ്റെന്താണ്. ആ വെഡ്ഡി മ്യൂസിക് അതിലും വിചാരിച്ചപ്പോൾ ഞങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ വെഡ്ഡിയന്മാരെല്ലാം വിചാരിക്കേണ്ട. വെഡിത്തം ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ച് 3 തുള്ളി വെള്ളം ഒഴിച്ച് മുങ്ങി നീവരുടെ പകരം മാതൃക കാണിക്കണേ. അതിൻ്റെ പകരം ഈ ജീവനില്ലാത്തവനെ ആരാധിച്ച് മരിച്ചവരെ ആരാധിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തമ്മിൽ പുഷ്ടിപ്പെടുത്തേണ്ടത് ഓരോരോ സദ്വചനങ്ങളൊക്കെ പറയേണ്ടത്. അതില്ലാണ്ട് ഈ പാതിരികളെയും ഒത്തി നശ്വരമായ സ്ത്രീകളെയും നശ്വര ഹ്യൂമൻസിനെയും കന്യകരെയും ആരാധിച്ച് കന്യകയിൽ കടിഞ്ഞുണ്ടായി അത്രയും പറഞ്ഞുള്ളൂ. കുറേ 7 പേരുണ്ട് വിശ്വാസത്തിൻ്റെ കാലം. 7 കുട്ടികളുണ്ടായിട്ടല്ല ജനിച്ചതാണെന്ന് കാണിക്കാൻ. അതിനെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ലേ. നശ്വരമായ സ്ത്രീയും നശ്വരമായ ഹ്യൂമൻസിനെയും നശ്വര മൃഗങ്ങളെ ആരാധിക്കാൻ പാടില്ലേ. അത് പറഞ്ഞെങ്കിൽ വെഡ്ഡികളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നടക്കേണ്ട സമയത്ത് എല്ലാം നടക്കും. ഈ വെഡ്ഡികളെ എന്നെ പറഞ്ഞില്ലേ ബൈബിൾ നന്നായിട്ട് അഴിച്ചിട്ടുണ്ട്. എല്ലാം കാണേണ്ടവർ കാണും, കേൾക്കേണ്ടവർ കേൾക്കുന്നു. പക്ഷെ ആ വെഡ്ഡികളെ എന്നെ അവഗണിക്കുന്നു. വെഡ്ഡിത്തത്തിൽ മുഴുകി മാറാൻ തയ്യാറല്ല. കുമ്മുട്ടി കോഹലാൽ സ്വയം വെഡ്ഡികളാണ്. പറപ്പിച്ച് മാത്രം കുരുട്ട് മോന്ത കണ്ടറിയാം. അവരുടെ കുരുട്ട് മോന്തയാന്ന് കണ്ടിട്ട് അവർ വീട്ടിൽ ചെല്ലുമ്പോൾ ഓർക്കട്ടെ അവർ ചെയ്ത വെഡ്ഡിത്തങ്ങൾ. വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ കാണിച്ച പാതിരി വേഷം കെട്ടിയതും സ്വാമി വേഷം കെട്ടിയതും ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ ആരാധിച്ചതൊക്കെ പൊട്ട ആന മണ്ട തെറ്റാന്ന് അത് മനസ്സിലാവും. പിന്നെ മനസ്സിലാവും എല്ലാ വക വെഡ്ഡികൾക്കും. ഈ ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സിനും ആൻറ്റി ക്രൈസ്റ്റ് ശോഷിച്ച ഹിന്ദുസിനും ആൻറ്റി ക്രൈസ്റ്റ് ശോഷിച്ച മുസ്ലിംസിനും അറിയില്ല അവർ വെഡ്ഡികളാന്ന്. അവർ സ്വയം ആൻറ്റി ക്രൈസ്റ്റാന്ന്. അതുകൊണ്ടാണ് വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ വളിഞ്ഞ മോന്തയും വെച്ച് കുരുട്ട് മോന്തകളുണ്ട് ആദിവാസികളുടെ. ശോഷിച്ച ഹിന്ദുസിൻ്റെ, ശോഷിച്ച മുസ്ലിംസിൻ്റെ, ശോഷിച്ച റോമൻ കാത്തലിക്സിൻ്റെ. കുറേ ഹിന്ദിക്കാരും എല്ലാം കൂടി വളഞ്ഞ് കുട്ടി വൃത്തിയായി എന്നെ തോണ്ടി സംസാരിക്കാൻ ഒരു മലയാളിയും ഹിന്ദിക്കാരും ഇതുവരെ ചെറുപ്പത്തിലോട്ട് വന്നിട്ടില്ലേ. ഒരു വെഡ്ഡി ജീവനില്ലാത്തതിനെ ആരാധിക്കണം, ഫെസ്റ്റിവൽ ആഘോഷിപ്പിക്കാനോ കുട്ക ബീഡി വലിപ്പിക്കാനോ ഒരു വെഡ്ഡി ആക്ടേഴ്സിനെ കുറിച്ച് എന്നോട് സംസാരിക്കാൻ 1 മിനിറ്റിന് കൂടുതൽ ദൈർഘ്യത്തിൽ സംസാരിച്ചിട്ടില്ല. അപ്പോൾ എനിക്കറിയാം ആ ഒരു വെഡ്ഡിത്തത്തിലൂടെ നീങ്ങണമെന്ന്. എൻ്റെ മുഖത്ത് തെളിച്ചുണ്ട്. അത് സംസാരിക്കാൻ അവർക്ക് കഴിവില്ല. അവർ സംസാരിക്കില്ല അങ്ങനത്തെ വാക്കുകൾ. അപ്പോൾ അവിടെ ഇവിടെ പറയുമ്പോൾ സ്വന്തം നാവും സൂക്ഷിക്കുക, വാക്കുകൾ സൂക്ഷിച്ച് പോയിക്കുക. നിങ്ങളെ സ്വയം സമാധാനിപ്പിക്കുകയാണോ? നിങ്ങൾ രാവിലെ തൂറാറില്ലേ മൂട്ടിന്ന് വിട്ട് ഈ ശോഭന പറയുമ്പോൾ അവരുടെ തീട്ടം കൂടിയും വായിൽ കയറ്റി വെച്ച് വേസ്റ്റ് നന്നായി ഒഴുക്കോടെ പോട്ടെ. മൂട്ടിന്ന് വിടേണ്ടത് വായിക്കോടെ വിലയുള്ള സംസാരം വരാണ്. മൂട്ടിന്ന് വിട്ട് അതിൽ നിൽക്കും. അത് മനസ്സിലാക്കാൻ പഠിക്കുക. എനിക്കിങ്ങനെ കുരുട്ട് മോന്തയുള്ള ഈ വെഡ്ഡി സമപ്രായക്കാരാണെങ്കിലും ഉയരം കുറഞ്ഞവരെ തടിച്ചാൽ എൻ്റെ മുഖത്ത് തോണ്ടി ഇങ്ങനത്തെ വാക്കുകൾ പറയാൻ വന്നിട്ടില്ലേ.
എന്ത് പറഞ്ഞാലും ഈ ശോഷിച്ച വാക്കുകൾ പറഞ്ഞ് വിഡ്ഢിത്തത്തിലൂടെ ഇറങ്ങി നീങ്ങാണ് ശോഷിച്ച വാക്കുകൾ പറഞ്ഞ്. അത് മനസ്സിലാക്കാൻ പഠിക്കും. ഒരു ക്ലീശ ഒടിഞ്ഞ് നടക്കുന്ന വിഡ്ഢികളെന്ന് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ, നിങ്ങൾ ശോഷിച്ച ബൈക്ക് ഉണ്ട്, ബൈക്ക് കേടായ ഒരു വേറെ ശബ്ദം വരും. അത് സ്വന്തം ശോഷിച്ച അവസ്ഥയെ കാണിക്കണേ അല്ലേ? സ്വന്തം ശോഷിച്ച അവസ്ഥ എന്നാണ് പറയണേ. ഇത് വരെയുള്ള സംസാരം വരണേ. അത് മനസ്സിലാക്കാൻ പഠിക്കുക എന്താണ്. ആൻറ്റി ക്രൈസ്റ്റ് ജീവനില്ലാത്ത വിഡ്ഢി ചെകുത്താൻ ബാധിതരെയും അത് തമ്മിൽ വ്യത്യാസം അറിയും. ഹാരിസ് തമ്മിലുള്ള വ്യത്യാസം അറിയും. ചെകുത്താൻ ബാധിതരായ ഈ ജീവനില്ലാത്തത് ആരാധിക്കണ ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസ്, റോമൻ കാത്തലിക്സ്, ആൻറ്റി ക്രൈസ്റ്റ് മുസ്ലിംസ്. അതൊരു വിഡ്ഢി ഗ്രൂപ്പാണ്. തൊലയാൻ കണ്ട വിഡ്ഢികൾ. അതാണ് അതിനെ വിഡ്ഢികൾ എന്ന് പറയണത്. അത് ഹാരിസായിട്ട് വളരെ ഡിഫറൻസ് ഉണ്ട്. യേശുവായിട്ട് വളരെ ഡിഫറൻസ് ഉണ്ട്. മനസ്സിലാക്കാൻ പഠിക്കും.